എല്ലാവർക്കും ഡോക്ടർ സ്റ്റാർ ലൈനിലേക്ക് സ്വാഗതം. മിഷൻ LDC 2024 ഒരു ക്വസ്റ്റ്യൻ സെഷനിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. കേരള ചരിത്രത്തിലെ കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, കുണ്ടറ വിളംബരത്തിൻ്റെ പ്രധാന സന്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കുണ്ടറ വിളംബരത്തിൻ്റെ പ്രധാന സന്ദേശം എന്തായിരുന്നു? 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക, മറ്റൊരെണ്ണം വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, മൂന്നാമത്തത് ബ്രിട്ടീഷുകാരെ കൂട്ടുപിടിച്ച രാജാവിനെ ബഹിഷ്കരിക്കുക, നാലാമത്തത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒഴിവാക്കുക. അപ്പം കുണ്ടറ വിളംബരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്തായിരുന്നു എന്നറിയാം. നമുക്കറിയാം, കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലെ ഒന്നാണ് കുണ്ടറ വിളംബരം, അല്ലേ? 1809 നമ്മൾ വേലുത്തമ്പി ദളവ അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കുന്ന ഒന്നാണ് കുണ്ടറ വിളംബരം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്തായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. എന്തായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക, അതുപോലെ തന്നെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷുകാരെ കൂട്ടുപിടിച്ച രാജാവിനെ ബഹിഷ്കരിക്കുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒഴിവാക്കുക. 4 ഓപ്ഷനുകളുണ്ട്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക എന്നുള്ളതായിരുന്നു കുണ്ടറ വിളംബരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. കുണ്ടറ വിളംബരം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നടന്നത് 1809 ജനുവരി 11. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വർഷം. ഒരുപാട് പരീക്ഷകൾക്ക് നമ്മുടെ വർഷം ചോദിച്ചിട്ടുണ്ട്. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? 1809 അല്ലേ? ജനുവരി 11. ഇനി കുണ്ടറ വിളംബരം നടന്ന ക്ഷേത്രം ഏതാണ്, അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കുണ്ടറ വിളംബരം നടന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇളമ്പള്ളൂർ. കൊല്ലം ജില്ലയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം നടന്നത്. ഇനി ഈ കുണ്ടറ വിളംബരം നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ, നമ്മൾ ഈ പേര് ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ലേ? കേരള ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ വേലുത്തമ്പി ദളവയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി. ഇനി ആ വേലുത്തമ്പി ദളവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങളിൽ ഒന്നാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന കോടതികൾ അദ്ദേഹം സ്ഥാപിച്ചു. പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കിയതുമാര് തന്നെയാണ് വേലുത്തമ്പി ദളവയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു, അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന കോടതികൾ, അതുപോലെ തന്നെ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി എന്നിവയൊക്കെ. ഇനി അദ്ദേഹം ആത്മത്യാഗം ചെയ്ത ക്ഷേത്രം ഏതാണ്? മണ്ണടി ക്ഷേത്രം. അദ്ദേഹത്തെ ജീവനോടെ പിടിക്കാൻ ആർക്ക് സാധിച്ചില്ല? ബ്രിട്ടീഷുകാർക്ക് സാധിച്ചിരുന്നില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഏത് ക്ഷേത്രത്തിൽ വെച്ച്? മണ്ണടി ക്ഷേത്രം. അപ്പം കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 ക്ഷേത്രങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം. കുണ്ടറ വിളംബരം നടത്തിയ ക്ഷേത്രം ഏതായിരുന്നു? ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. വേലുത്തമ്പി ദളവ ആത്മത്യാഗം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ക്ഷേത്രം ഏതെവിടെയായിരുന്നു? മണ്ണടി ക്ഷേത്രം. അതേത് ജില്ലയിലായിരുന്നു? പത്തനംതിട്ട ജില്ല, അല്ലേ? ഇളമ്പള്ളൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലും മണ്ണടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലുമാണ്. ബ്രിട്ടീഷുകാർ ദളവയുടെ മൃതദേഹം പ്രദർശിപ്പിച്ചത്, അദ്ദേഹത്തെ ജീവനോടെ പിടിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മൃതശരീരം മാത്രമാണ് അവർക്ക് ലഭിച്ചിരുന്നത്. ആ മൃതശരീരം അവർ പ്രദർശിപ്പിച്ച എവിടെ വെച്ചാണ്? കണ്ണമൂലയിൽ വെച്ചിട്ടാണ്. തിരുവനന്തപുരം കണ്ണമൂലയിലാണ് അവർ വേലുത്തമ്പി ദളവയുടെ മൃതദേഹം പ്രദർശിപ്പിച്ചത്. അപ്പം നമ്മൾ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? കുണ്ടറ വിളംബരത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം അല്ലെങ്കിൽ ഉദ്ദേശ്യം എന്തായിരുന്നു എന്നാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലെ നിയമസംഹിതയായ ചട്ടവരിയോലകൾ. അപ്പം ചോദ്യം, തിരുവിതാംകൂറിലെ നിയമസംഹിതയുടെ പേര് അല്ലെങ്കിൽ നിയമസംഹിത അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ചട്ടവരിയോലകൾ എന്നാണ്. ഇനി അത് എഴുതിയത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് അറുമുഖൻ പിള്ള, 2 കേണൽ മൺറോ, മൂന്നാമത്തത് മാർത്താണ്ഡവർമ്മ, 4 ഡിലനോയി. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അപ്പം തിരുവിതാംകൂറിൻ്റെ നിയമസംഹിതയായ ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത് ആരാണ്? കേണൽ മൺറോയാണ്. കേണൽ മൺറോയാണ് ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത്. എന്താണ് ചട്ടവരിയോലകൾ? തിരുവിതാംകൂറിൻ്റെ നിയമസംഹിതയാണ്. തിരുവിതാംകൂറിൻ്റെ നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ. എഴുതി തയ്യാറാക്കിയത് ആരാണ്? കേണൽ മൺറോയാണ്. ഇനി
തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ ദിവാനാണ് അറുമുഖം പിള്ള. ഓർത്ത് വെക്കുക കേട്ടോ. തിരുവിതാംകൂറിൻ്റെ ആദ്യ ദിവാൻ ആരായിരുന്നു? അറുമുഖം പിള്ളയായിരുന്നു. ആദ്യ ഹൈന്ദവേതര ദിവാൻ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ദിവാൻ, അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം ആരംഭിച്ചത് ആര്? ഇതിനൊക്കെ ഉത്തരം ആര് തന്നെ? കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഹൈന്ദവേതര ദിവാൻ ആരാണ്? കേണൽ മൺറോയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാൻ ആരാണ്? അതും കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിലെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം ആരംഭിച്ചതും ആര് തന്നെയാണ്? കേണൽ മൺറോ തന്നെയാണ്. അതുകൂടാതെ ചട്ടവരി ഓലകൾ, തിരുവിതാംകൂറിൻ്റെ നിയമസംഹിതയായ ചട്ടവരി ഓലകൾ എഴുതി തയ്യാറാക്കിയതും ആര് തന്നെ? കേണൽ മൺറോ. എല്ലാത്തിനും കേണൽ മൺറോ തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത് ചോദ്യങ്ങൾക്ക്. ഓക്കെ, അടുത്തത് തിരുവിതാംകൂറിൻ്റെ മുസ്ലിം ദിവാൻ ആരാണ്? മുഹമ്മദ് ഹബീബുള്ള. ഓർത്ത് നോക്കുക കേട്ടോ. തിരുവിതാംകൂറിൻ്റെ മുസ്ലിം ദിവാൻ ആരായിരുന്നു? മുഹമ്മദ് ഹബീബുള്ളയാണ് തിരുവിതാംകൂറിൻ്റെ മുസ്ലിം ദിവാൻ. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡെലനോയി. നമ്മൾ ഓപ്ഷനകത്ത് ഡെലനോയി ഉണ്ടായിരുന്നു അല്ലേ? അപ്പം ഡെലനോയി ആരാണ്? മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡെലനോയി. വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഡെലനോയി ആണ്. കുളച്ചൽ യുദ്ധം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ വിശദമായിട്ട് നമ്മുടെ കേരള ചരിത്രം പാഠഭാഗത്ത് നമ്മൾ വിശദമായിട്ട് അത് പഠിക്കും. അപ്പം ഈ കുളച്ചൽ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് ഡെലനോയി ആയിരുന്നു. ആ കുളച്ചൽ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് വിജയിച്ചത്. അദ്ദേഹത്തിന് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ആര്? ഡെലനോയി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് വലിയ കപ്പിത്താൻ. ഓക്കെ അല്ല? അപ്പം നമ്മുടെ ചോദ്യം തിരുവിതാംകൂറിലെ നിയമസംഹിതയായ ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത് ആരാണ്? കേണൽ മൺറോയാണ്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് അടുത്ത നമ്മുടെ ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്തത്. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വളരെ വിശദമായിട്ട് നമ്മൾ നമ്മുടെ ചരിത്ര ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം അതിൽ 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഉൾപ്പെടാത്തത് ആരെന്നാണ് ചോദ്യം. ടി.കെ. മാധവൻ നായർ, കെ. കേളപ്പൻ, സുബ്രഹ്മണ്യൻ തിരുമുമ്പ്, കെ.പി. കേശവമേനോൻ. 4 ഓപ്ഷനുകൾ. ഈ 4 പേരുകൾ നമ്മൾ കേട്ടിട്ടുള്ള പേരുകൾ തന്നെയാണ്. ടി.കെ. മാധവൻ നായർ, നമ്മൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ടി.കെ. മാധവൻ നായരുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. കെ. കേളപ്പൻ, അതുപോലെ തന്നെ കെ.പി. കേശവമേനോൻ, ഇവരൊക്കെ വൈക്കം സത്യാഗ്രഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു. ഇതിൽ ഉൾപ്പെടാത്തതാരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ആര്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്ന് പറയുന്നത്. അത് ഓർത്ത് നോക്കുക കേട്ടോ. അപ്പം ഉൾപ്പെടാത്തതാരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടന്നത്. ഓർത്ത് നോക്കുക, വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1924 മാർച്ച് 30. അതുപോലെ തന്നെ നടന്നത് എവിടെ വെച്ചിട്ടാണ്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. ഐക്യത്തിനെതിരായി ടി.കെ. മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം എവിടെയാണ്? കാക്കിനട സമ്മേളനമാണ്. ഇനി സവർണ ജാഥ നടത്തിയത്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നടത്തിയത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അടുത്തത് തിരുവിതാംകൂർ ഭരണാധികാരി. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 2 തിരുവിതാംകൂർ ഭരണാധികാരികളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. ഇനി വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? സേതു ലക്ഷ്മിഭായി ആണ്. സേതു ലക്ഷ്മിഭായി ആണ്. വൈക്കം സത്യാഗ്രഹ സമയത്ത് മരണപ്പെട്ട തിരുവിതാംകൂർ രാജാവെന്ന് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെ? ശ്രീമൂലം തിരുനാൾ തന്നെയാണ്. ഓർത്ത് നോക്കുക കേട്ടോ. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളാണ് അല്ലേ? വൈക്കം സത്യാഗ്രഹ സമയത്ത് മരണപ്പെടുന്ന തിരുവിതാംകൂർ രാജാവുമാർ തന്നെയാണ്? ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരാണ്? സേതു ലക്ഷ്മിഭായി ആണ്. അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? സേതു ലക്ഷ്മിഭായി ആണ്.
വൈക്കം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷിയാണ് തിരുവല്ല ചിറ്റേടത്ത് ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷി ആരാണ്? തിരുവല്ല ചിറ്റേടത്തെ ശങ്കുപിള്ളയാണ്. നമ്മൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ. നേതൃത്വം നൽകിയവർ ഉൾപ്പെടാത്തത് ആര് എന്നായിരുന്നു നമ്മുടെ ചോദ്യം. ആരായിരുന്നു? സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് ഉൾപ്പെടാത്ത ആള്. അടുത്ത ചോദ്യം, മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ PC കുട്ടിക്കൃഷ്ണൻ എഴുതിയ നോവൽ ഏതാണ്? മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ PC കുട്ടിക്കൃഷ്ണൻ എഴുതിയ നോവൽ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. നാല് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ദുരവസ്ഥ, ഖിലാഫത്ത് സ്മരണകൾ, മലബാർ മാനുവൽ, പിന്നെ സുന്ദരിയും സുന്ദരന്മാരും. അപ്പം മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ PC കുട്ടിക്കൃഷ്ണൻ, ഈ പേര് നമുക്കധികം അങ്ങനെ പരിചിതമില്ലാത്ത പേരാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ തൂലികാ നാമം പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ തൂലികാ നാമമാണ് ഉറൂബ്. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ്. അദ്ദേഹം എഴുതിയ മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതിയ നോവലാണ് സുന്ദരിയും സുന്ദരന്മാരും എന്നത്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അല്ലെങ്കിൽ കലാപമാണ് ഏത്? മലബാർ കലാപം എന്ന് പറയുന്നത്. എന്തിൻ്റെ പശ്ചാത്തലത്തിൽ? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്. വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി, അലി മുസലിയാർ, സീതിക്കോയത്തങ്ങൾ എന്നിവരാണ് മലബാർ കലാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എന്നറിയപ്പെടുന്നത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അലി മുസലിയാർ, സീതിക്കോയ തങ്ങൾ എന്നിവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ. കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് പോലീസ് മേധാവി, മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് പോലീസ് മേധാവി ആരാണ്? ഹിച്ച്കോക്ക് ആണ്. പേര് ഓർത്ത് വെക്കുക കേട്ടോ, ഹിച്ച്കോക്ക്. അതുപോലെ തന്നെ മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ്റെ പേരാണ് TL സ്ട്രേഞ്ച് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഓപ്ഷൻ്റെ അകത്ത്, അതായത് മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ PC കുട്ടിക്കൃഷ്ണൻ എഴുതിയ നോവൽ അല്ലേ, അതേതായിരുന്നു? സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ളതാണ്. മറ്റു ദുരവസ്ഥ, ഖിലാഫത്ത് സ്മരണകൾ, മലബാർ മാനുവൽ, മറ്റു കുറച്ച് ഓപ്ഷൻ്റെ അകത്തുള്ള കുറച്ച് നോവലുകൾ എഴുതിയിരിക്കുന്ന ആരാണ് എന്ന് നമുക്ക് നോക്കാം. ദുരവസ്ഥ എഴുതിയത്, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിന് ഉത്തരം കൃത്യമായി. ദുരവസ്ഥ ആരുടെയാണ്? കുമാരനാശാൻ്റെയാണ് അല്ലേ. ദുരവസ്ഥ എഴുതിയത് ആരാണ്? കുമാരനാശാൻ. ഇതും എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശൻ എഴുതിയ നോവലാണ് ദുരവസ്ഥ. അടുത്തത് സുന്ദരികളും സുന്ദരന്മാരും. നമ്മൾ പറഞ്ഞു ഉറൂബ് PC കുട്ടിക്കൃഷ്ണനാണ് എഴുതിയത്. മലബാർ കലാപം, മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലബാർ കലാപം എന്ന പേരിൽ തന്നെ ഒരു നോവൽ എഴുതിയത് ആരാണ്? K. മാധവൻ നായരാണ്. K. മാധവൻ നായരുടെയാണ് മലബാർ കലാപം എന്ന നോവൽ. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് മലബാർ കലാപം ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. ഖിലാഫത്ത് സ്മരണകൾ എന്ന ബുക്ക് എഴുതിയത് M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. ഖിലാഫത്ത് സ്മരണകൾ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഖിലാഫത്ത് സ്മരണകൾ എന്ന നോവൽ എഴുതിയത് ആരാണ്? M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. ഓക്കെ അല്ലേ. ഇനി മലബാർ മാനുവൽ എന്ന നോവൽ എഴുതിയത് ആരാണ്? വില്യം ലോഗനാണ്. പുസ്തകമാണ് കേട്ടോ. മലബാർ മാനുവൽ എന്ന പുസ്തകം എഴുതിയത് വില്യം ലോഗനാണ്. നമ്മുടെ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു പുസ്തകങ്ങളിലൊന്നാണ് മലബാർ മാനുവൽ എന്ന് പറയുന്നത്. എഴുതിയത് വില്യം ലോഗനാണ്. അപ്പം നമ്മുടെ ചോദ്യം, മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉറൂബ് അല്ലെങ്കിൽ PC കുട്ടിക്കൃഷ്ണൻ അദ്ദേഹം എഴുതിയ നോവൽ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കും അന്യായമായ കരം പിരിവിനുമെതിരെ കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണെന്നാണ് ചോദ്യം. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കും അന്യായമായ കരം പിരിവിനുമെതിരെ കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ് എന്ന ചോദ്യം. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. കടക്കൽ പ്രക്ഷോഭം, മൊറേഴ സമരം, കീഴൂർ ബോംബ് കേസ്, ഇതൊന്നുമല്ല. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കും അന്യായമായ കരം പിരിവിനുമെതിരായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം കടക്കൽ പ്രക്ഷോഭം. നമ്മൾ മൊറേഴ സമരത്തെക്കുറിച്ച് പഠിച്ചെന്താണ്? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിൽ വലിയ വിലവർധനവ് വന്നു. അതിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്നായിരുന്നു മൊറേഴ സമരം എന്ന് പറയുന്നത്. കീഴൂർ ബോംബ് കേസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഏത്? കീഴൂർ ബോംബ് കേസ് എന്നുള്ളത്. അപ്പം നമ്മൾ ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കും അന്യായമായ കരം പിരിവിനുമെതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അല്ലെങ്കിൽ പ്രക്ഷോഭമാണ് കടക്കൽ പ്രക്ഷോഭം എന്ന് പറയുന്നത്. നടന്നത് 1938 1938 കടക്കൽ പ്രക്ഷോഭം നടന്നത്. സെപ്റ്റംബർ 29.
ഡേറ്റ് കൂടെ ചേർത്ത് വെച്ച് പഠിക്കുക. നേതൃത്വം നൽകിയത് രാഘവൻ പിള്ളയാണ്. ഇദ്ദേഹത്തെ കടക്കൽ ഫ്രാങ്കോ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് ആരാണ്? രാഘവൻ പിള്ളയാണ്. കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് രാഘവൻ പിള്ള. നടന്നത് 1938 സെപ്റ്റംബർ 29. അടുത്തത് മൊറേഴ സമരത്തിലേക്ക് വരുന്നു. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് സാധനങ്ങളുടെ അമിത വിലയും ബ്രിട്ടീഷ് മർദ്ദന മുറകൾക്കും എതിരെ നടന്ന സമരമാണ് മൊറേഴ സമരം എന്ന് പറയുന്നത്. 1940 സെപ്റ്റംബർ 15 മൊറേഴ സമരം നടന്നത്. വധശിക്ഷയ്ക്ക് ഈ മൊറേഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ വിപ്ലവകാരിയാണ് KPR ഗോപാൽ എന്ന് പറയുന്നത്. മൊറേഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരിയാണ് KPR ഗോപാലൻ. പിന്നീട് ഗാന്ധിജി ഇടപെട്ട് ഇദ്ദേഹത്തിൻ്റെ വധശിക്ഷ റദ്ദ് ചെയ്യുകയും ഇദ്ദേഹത്തിൻ്റെ ശിക്ഷ ജീവപര്യന്തമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ KPR ഗോപാലൻ ഓർത്തു വെക്കുക ഈ പേര്. മൊറേഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയാണ് KPR ഗോപാലൻ എന്ന് പറയുന്നത്. അടുത്തത് കീഴൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് കീഴൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. നടന്നത് 1942 നവംബർ 17. ഓർത്തു വെക്കുക കേട്ടോ. 1942 നവംബർ 17 കീഴൂർ ബോംബ് കേസ് നടന്നത്. ഈ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് KB മേനോൻ, അതുപോലെ തന്നെ കുഞ്ഞി രാമൻ കിടാവ് എന്നിവരൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ഈ ബോംബ് സ്ഫോടനത്തിൻ്റെ അല്ലെങ്കിൽ ബോംബ് കേസിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഹിന്ദി നാടകമാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. ഈ ഒരു ബോംബ് കേസുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഹിന്ദി നാടകമാണ് ഏത്? വന്ദേ മാതരം. ഓർത്തിരിക്കാമല്ലോ. അപ്പം നമ്മൾ ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കും അന്യായമായ കരം പിരിവിനെതിരെ കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഏത്? കടക്കൽ പ്രക്ഷോഭം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? നോക്കാം. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. 1, തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി. രണ്ടാമത്തെ ഓപ്ഷൻ, കൊല്ലത്തുള്ള ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. 4ാമത്തെ ഓപ്ഷൻ, മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ ഭരണാധികാരി. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ അദ്ദേഹത്തിൻ്റെ അല്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹം ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. നോക്കാം. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. അപ്പോൾ 1ാമത്തെ ഓപ്ഷൻ എന്താണ്? ശരിയാണ്. രണ്ടാമത്തത്, കൊല്ലത്തുള്ള ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി. നമ്മൾ വേലുത്തമ്പി ദളവ അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ പഠിച്ചപ്പോൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി നിർമ്മിച്ചത് അദ്ദേഹമാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ആ കൊല്ലത്തുള്ള ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ്? സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നോക്കാം. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് എന്നുള്ളതാണ്. ഇത് ശരിയാണോ? അല്ല. ആരുടെ ഭരണകാലത്താണ്? മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്ന ഈ ഒരു ആചാരം ആരംഭിച്ചത്. ഇത് നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ്? സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. അപ്പം ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് അത് ആരംഭിച്ചത് ആരുടെ സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് എന്നാണ് നമുക്ക് ഓപ്ഷൻ തന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള എന്താണ്? ശുചീന്ദ്രം കൈമുക്ക് അവസാനിപ്പിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. ആരംഭിച്ചത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ്? മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടത്തിലാണ്. ഓക്കെ അല്ലേ. അടുത്തത്, മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ ഭരണാധികാരിമാർ തന്നെയാണ് സ്വാതി തിരുനാൾ തന്നെയാണ്. അപ്പം ഇതും എന്താണ്? ശരിയായിട്ടുള്ള സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രശ്നം. നമുക്ക് സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് വളരെ പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടമാണ്. തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണ കാലഘട്ടമാണ്. ഇനി ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആര് തന്നെ? സ്വാതി തിരുനാൾ തന്നെയാണ്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ആര്? സ്വാതി തിരുനാൾ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരിമാർ തന്നെ സ്വാതി തിരുനാൾ തന്നെയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് അദ്ദേഹമാണ്. അപ്പം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്.
സംഗീതജ്ഞരിലെ രാജാവും രാജാക്കന്മാരിലെ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്നത് പോലെ തന്നെയാണ് സ്വാതി തിരുനാൾ തന്നെയാണ്. മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ ഭരണാധികാരിമാർ തന്നെ സ്വാതി തിരുനാൾ തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഡെയിലി വർക്കർ എന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ് എന്നാണ് ചോദ്യം. ഡെയിലി വർക്കർ എന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണം. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. വേലക്കാരൻ, വിദ്യാപോഷിണി, സ്വതന്ത്ര ചിന്താമണി, സഹോദരൻ. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഉത്തരമായി വരുന്ന എന്താണ്? വേലക്കാരനാണ്. ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ്? വേലക്കാരനാണ്. സഹോദരൻ അയ്യപ്പൻ ചെറായിൽ ആരംഭിച്ച സാംസ്കാരിക സംഘടനയാണ് ഏത്? വിദ്യാപോഷിണി. ഓർത്തു വെക്കുക, സഹോദരൻ അയ്യപ്പൻ ചെറായിൽ ആരംഭിച്ച സാംസ്കാരിക സംഘടനയാണ് ഏത്? വിദ്യാപോഷിണി. സഹോദരൻ എന്ന മാസിക എന്തിൻ്റെ ഭാഗമാണ്? വിദ്യാപോഷിണിയുടെ ഭാഗമാണ്. ഓർത്തു വെക്കുക കേട്ടോ. സഹോദരൻ എന്ന മാസിക എന്തിൻ്റെ ഭാഗമാണ്? വിദ്യാപോഷിണിയുടെ ഭാഗമാണ്. ഇനി സഹോദരൻ എന്ന മാസിക ആരംഭിച്ചത് എവിടെ വെച്ചിട്ടാണ്? മട്ടാഞ്ചേരിയിൽ വെച്ചിട്ടാണ്. ഓർത്തിരിക്കാമല്ലോ. സഹോദരൻ എന്ന മാസികയുടെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് എവിടെ വെച്ച്? മട്ടാഞ്ചേരിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ചെറായി എന്താണ് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. എന്താണ്? വിദ്യാപോഷിണി ആരംഭിച്ചത് എവിടെ വെച്ചിട്ടാണ്? ചെറായിൽ വെച്ചിട്ടാണ്. മനസ്സിലായല്ലോ, മറന്നുപോകല്ലേ. അടുത്തത്, സഹോദര സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് മിശ്ര വിവാഹവും മിശ്രഭോജനവുമാണ്. സഹോദര സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? മിശ്ര വിവാഹവും മിശ്രഭോജനവുമാണ്. അതിലൂടെ ജാതി നശീകരണം. മിശ്ര വിവാഹത്തിലൂടെയും മിശ്രഭോജനം വഴിയും ജാതി നശീകരണമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1917 ഇതെല്ലാം സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് കേട്ടോ. മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് പ്രീവിയസ് ചോദ്യമാണ്. 1917 ആരംഭിക്കുന്നത്. അപ്പം നമ്മൾ ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ്? വേലക്കാരനാണ്. ഓക്കെ അല്ലേ? വേലൂർ മാറുമറയ്ക്കൽ ലഹള നടന്നത് എന്നാണ് അടുത്ത ചോദ്യം. വേലൂർ മാറുമറയ്ക്കൽ ലഹള നടന്നത് എന്ന്? 1822, 1905, 1915, 1952. ഓപ്ഷൻ്റെ അകത്ത് 4 വർഷങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഇനി എന്താണ് വേലൂർ മാറുമറയ്ക്കൽ ലഹള എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. തൃശ്ശൂർ മണിമലർക്കാവ് അമ്പലത്തിലെ വേല ഉത്സവത്തിന് അവർണരായ സ്ത്രീകൾ മാറുമറച്ചുകൊണ്ട് പങ്കെടുക്കാൻ ആരനുവദിച്ചിരുന്നില്ല? ജന്മിമാരനുവദിച്ചിരുന്നില്ല. ഇതിനെതിരെ നടന്ന സമരമാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം എന്ന് പറയുന്നത്. നടന്നത് 1952. നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വേലൂർ മാറുമറയ്ക്കൽ ലഹള നടന്നത് എന്നാണെന്നാണ് ഉത്തരം. 1952. അടുത്തത്, പുലയ ലഹള നടന്നത് 1915. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞതിനെതിരെ നടന്ന ലഹളയാണ് ഏത്? പുലയ ലഹള എന്ന് പറയുന്നത്. നടന്നത് 1915. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ പുലയ രാജ എന്ന് വിളിക്കപ്പെടുന്ന അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രമം ആര് തടയുന്നു? അധികാരികൾ തടയുന്നു. ഇതിനെതിരെ നടന്ന ലഹളയാണ് ഏത്? പുലയ ലഹള എന്ന് പറയുന്നത്. 1915 ഈ ലഹള നടന്നത്. ഇനി 1905 ഒരു പ്രത്യേകത നമ്മുടെ ഓപ്ഷൻ്റെ അകത്തുണ്ടായിരുന്നു. 1905 എന്താണ്? നായർ ഈഴവ ലഹള നടന്നത് 1905. ഓർത്തു നോക്കുക കേട്ടോ. ഇനി ചാന്നാർ ലഹള മറ്റൊരു വർഷമാണ്. 1822 നമ്മുടെ ഓപ്ഷൻ്റെ അകത്തുണ്ടായിരുന്നു അല്ലേ? നടന്ന വർഷത്തിൻ്റെ പ്രത്യേകത ചാന്നാർ ലഹള. ഒന്നാം ചാന്നാർ ലഹള നടന്നത് 1822. മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള. ഇതിൻ്റെ മറ്റൊരു പേരാണ് മേൽമുണ്ട് കലാപം. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് കലാപം എന്ന് പറയുന്നത്. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അനുവാദം നൽകിയത് 1859. അപ്പം എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അധികാരം നൽകിയത് 1859 ജൂലൈ 26. അപ്പം ഒന്നാം ചാന്നാർ ലഹള നടന്നത് വർഷം ഓർത്ത് വെക്കുക 1822. അപ്പം ഓർത്തിരിക്കാമല്ലോ. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത്
ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക്. നമുക്കറിയാം കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത് 1956 അല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നതോ 1931 ഗുരുവായൂർ സത്യം. അപ്പം അതിലും വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. അതായത് നമുക്ക് കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഏത് താലൂക്കിലായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പാണ്. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് ക്ഷേത്രം നിലനിന്നിരുന്നത് ഏത് താലൂക്കാണ്? മുകുന്ദപുരം, തിരൂർ, പൊന്നാനി, കൊടുങ്ങല്ലൂർ. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഉത്തരം പൊന്നാനിയാണ് കേട്ടോ. പൊന്നാനി താലൂക്കിലായിരുന്നു ഗുരുവായൂർ അന്ന് സ്ഥിതി ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് പഠിക്കാനുണ്ടായിരുന്നത്. കുറേയധികം ചോദ്യങ്ങളും അതിനുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അപ്പം വളരെ നന്നായിട്ട് ഇത് പഠിക്കുക. നിങ്ങളുടെ പരീക്ഷ വളരെ നന്നായിട്ട് നിങ്ങൾ എഴുതുക. അപ്പം എല്ലാവരും LDC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള നല്ല തയ്യാറെടുപ്പ് നടത്തുക. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ സെഷനുമൊക്കെ അതിൽ ഉൾപ്പെടുത്തി വളരെ ഭംഗിയായിട്ട് നിങ്ങളത് പഠിച്ച് നല്ലതായിട്ട് പരീക്ഷകൾ എഴുതുക. ഓക്കെ, താങ്ക് യു.